അരുൺ സോളമൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണം ഇതാണ്. നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വീട് സാധ്യമല്ല. കാരണം ഈ പറഞ്ഞതുപോലെ ദുർഘടമായ വഴി എന്ന് പറയാൻ പറ്റാത്ത കുത്തനെയുള്ള കയറ്റമാണല്ലോ. അവിടെ ഒരു വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ ഇവരെ മാറ്റി പാർപ്പിക്കുക എന്നാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. അത് അവർക്ക് അറിയാമല്ലോ അല്ലേ? സുജയ, 9 വർഷമായി ഇപ്പോൾ ഈ സർക്കാരിനോട് നിരന്തരം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ വന്നു ഇവരെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ബോധ്യപ്പെടുത്തിയ ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്നും മാറി താമസിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയാതെ ഇത് നമുക്കിനി പൊളിച്ചു കാണിക്കാൻ പറ്റില്ല. ഇതിനപ്പുറം ചെതല് പിടിച്ച് പ്ലൈവുഡുള്ള വാതിലാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. ആ ജനതയോട് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, ആ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ വാർഡിൻ്റെ മഹാദേവേശ്വരം എന്ന് പറയുന്ന ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്, ഇവരുടെ മെമ്പറാണ്. ആ മെമ്പർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അവരെങ്ങനെയാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ പങ്കുവെക്കുന്നത്. പലപ്പോഴും വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും നിങ്ങളെ ബോധ്യപ്പെടുത്തി എന്നുള്ളത്. നമ്മൾ ഇവിടെ ആരും വരാതായപ്പോൾ ഈ മഴ സമയത്ത് കൊച്ചുങ്ങളെ കൊണ്ട് എന്നുവെച്ചാൽ അതിനൊക്കെ ജീവൻ കളയാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ മിച്ചഭൂമിയുണ്ട്. മിച്ചഭൂമിയിൽ നമ്മൾ എല്ലാവരും കൂടെ കുടിയിൽ കെട്ടി എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഈ 14 വീടുകളും കൂടെ ഒരു ഷെഡ് കെട്ടി. അപ്പോഴത്തേക്ക് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ അതും ഇവിടെ നിന്ന് വില്ലേജിൽ നിന്ന് സാറന്മാരെല്ലാം വന്നതിന് ശേഷമാണ് ഇവർ വരുന്നത്. എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു സാറെ കള്ളം പറഞ്ഞ? സാറിനൊക്കെ കണ്ടുകൂടെ? നിങ്ങൾ കാണുന്നതല്ലേ ഇതാണ് അവസ്ഥ. ഇത് വിട്ടിട്ട് നമ്മളെ കൊച്ചുങ്ങളെ കൊണ്ട് ഉയരും വാരി പിടിച്ച് ഓടേണ്ട അവസ്ഥകൾ സാറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അത്രയും ഈ മെമ്പറൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പം ഇതിൽ 2 സെൻറ്റിൽ ആ വീട്ടിൽ 2 സെൻറ്റിൽ 9 പേര് താമസിക്കുന്ന വീടാണ് ഫ്രണ്ട് ഇടിഞ്ഞ് കിടക്കുന്ന സ്ഥലം. അവിടുത്തെ വീട്ടിൽ ഇപ്പം നമുക്ക് ആ വീട്ടിൽ ഒരു കൊച്ചിന് പോലും ഒരു പിന്നെ ലൈഫിലോ ഒന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല അവരാരെ. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ താമസിക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ്. ഇവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടണോ സാറേ? നമ്മളിങ്ങനെ കരഞ്ഞു വിളിച്ച് നോക്കുമ്പോൾ നമ്മളെ മക്കളെയും നെഞ്ചിരിച്ചകത്ത് പിടിച്ച് ഓടണോ? രാത്രി മഴയാവുമ്പോഴത്തേക്ക് എഴുന്നേറ്റിരിക്കേണ്ട അവസ്ഥയാണ്. സ്മൃതി, ഞാനിപ്പോൾ കാണിച്ച ഈ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ പ്രായാധിക്യം കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയാതെ ഇപ്പോൾ മാറി താമസിക്കുകയാണ്. ഇവിടുത്തെ അമ്മയാണ് നേരത്തെ നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ ഭർത്താവ് എവിടെയാണ് ജീവിക്കുന്നത്? ഇപ്പോൾ വാടക വീട്ടിലിരിക്കുന്നു. പെട്ടെന്നൊന്നും ഇറങ്ങി വരത്തില്ല. അമ്മ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക്? ഞാനും വാടക വീട്ടിലാണ്. ജീവിക്കാൻ കഴിയാതെ ഇറങ്ങി പോകേണ്ടി വന്നത്. ഭർത്താവ് ഇനി വരത്തില്ല. അതുകൊണ്ട് ഭർത്താവിനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആക്കാൻ പറ്റൂല. അതുകൊണ്ട് വാടക കൊടുത്ത് കിടക്കുകയാണ്. അമ്മ നിൽക്കുന്ന ഈ വീടിന്റെ തൊട്ടടുത്ത് മണ്ണ് ഇടിഞ്ഞിരിക്കുകയാണ്. ഇടിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. സ്മൃതി, നമുക്ക് ആ ദൃശ്യങ്ങളൂടെ കാണിക്കാം. ഈ വീടിന്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് കഴിഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 4-5 വർഷമായി 2019 വലിയ രൂക്ഷമായിട്ട് മണ്ണിടിഞ്ഞ സ്ഥലങ്ങളാണ്. തൊട്ട് താഴെ ഇരിക്കുന്ന വീടിന്റെ മേൽക്കൂര സഹിതം പൊട്ടിയിട്ടുണ്ട്. ആസ്പെറ്റോസ് ഇട്ട ഒരു വീടാണ്. ആ വീടിന്റെയും ആസ്പെറ്റോസ് പൊട്ടി അവിടെയും ഇപ്പോൾ ആളുകൾ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് MLA അല്ലെങ്കിൽ ജനപ്രതിനിധികളോ എത്തിയിട്ടില്ല. അവർ കൂടി വോട്ട് നൽകി ജയിപ്പിച്ച ജനപ്രതിനിധികളാണ്. ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പുതിയ ജനപ്രതിനിധികൾ എത്തുമ്പോഴെങ്കിലും തങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ഇവരെ ഒരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുമെന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷമായി ദിനംപ്രതി, അതിനു മുൻപും അവർ പഞ്ചായത്തുകൾ കയറിയിറങ്ങി. പക്ഷേ ഇതുവരെയും അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും ഇവിടെ വന്ന് നോക്കാൻ പോലും, അവരുടെ അവസ്ഥ നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളം ഉണ്ടാവുമോ? ഇപ്പോൾ പൈപ്പ് വെള്ളം കൊണ്ടുവന്ന് വെള്ളം അത് കിട്ടും. കുറച്ച് മുൻപ് ഒരു അമ്മ പുറത്ത് ആറ്റിൽ പോയി തുണി നനയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. കഴുകാനൊന്നും കിട്ടൂല. ഒത്തിച്ച വെള്ളം, അതായത് കുടിക്കാൻ മാത്രമുള്ള വെള്ളമാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ അതിൽ നിന്നാണ് നമുക്ക് ഓരോ വീട്ടുകാർക്ക് അതിന് അളവുണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിന് അളന്നാണ് വെള്ളം തരുന്നത്. ഈ ഒരു ടാങ്കിൽ അടിക്കുന്ന വെള്ളം നമ്മൾ സഹകരണത്തിന്റെ പുറത്ത് എല്ലാ വീട്ടിലും. നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ ഉള്ള തുണി കഴുകാനുള്ള വെള്ളം അതിൽ കിട്ടില്ല. അങ്ങ് ആറ്റി ഇറങ്ങി പോകും. കൊച്ചുങ്ങളെയും കൊണ്ട് ആറ്റിൽ ഇറങ്ങി പോകും. സ്മൃതി, വ്യക്തമാണ്. ഇത്രയും ഈ കുന്നിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ കണ്ട ഈ നടപ്പാത എന്ന് പറയുന്ന നടപ്പാത പോലും ഒട്ടും ഒരു അപകട ഭീഷണി ഉയർത്തുന്ന ഒരു നടപ്പാത, ഒട്ടും ബലമോ ഒന്നുമില്ലാത്തൊരു നടപ്പാതയാണ്. പാറകളുണ്ടെങ്കിൽ തന്നെയും ഏത് നിമിഷവും ഇളകിപ്പോകാവുന്ന ഒരു നടപ്പാത. ഇവിടെ നിന്നാണ് ഇവർ ഇറങ്ങി ആറ്റിൽ നിന്ന് പോയി ഇവരുടെ കുട്ടികളുടെയും അവരുടെയൊക്കെ തുണി കഴുകി മുന്നോട്ട് പോകേണ്ട അവസ്ഥ. വെള്ളം പോലും കുടിക്കാനുള്ള വെള്ളം അളന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു സർക്കാർ ഇവിടെ നിന്നാൽ നമുക്കറിയാം. ഈ പൈപ്പ് ലൈൻ്റെ അവസ്ഥ കൂടി നമുക്ക് നോക്കിയാൽ അറിയാം. ശിവപ്രസാദ് ഇപ്പോൾ ആ ദൃശ്യം കൂടി കാണിക്കും. ഈ പൈപ്പ് ലൈനാണ് ഇവിടെ. ഈ കുറച്ച് ശിവപ്രസാദ് ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ അറിയാം. ഈ പൈപ്പ് ലൈനുകൾ പോലും മണ്ണെടുത്ത് വലിയ മഴ പെയ്യുമ്പോൾ മണ്ണെടുത്ത് പോകുന്നതാണ്. ഈ മണ്ണെടുത്ത് പോയി പൈപ്പുകളൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പൈപ്പിൽ നിന്നും വെള്ളം കിട്ടുന്നത് കാത്തിരുന്ന ഈ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. എന്തായാലും അവരുടെ ദുരിതം ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നടക്കുന്ന പാതകൾ പോലും ഒട്ടും സുരക്ഷിതത്വമല്ല. കാരണം ഓരോ വീടുകളിരിക്കുന്ന ചുറ്റും മാത്രമാണ് മണ്ണ്. തൊട്ടടുത്തിരിക്കുന്നത് അവരുടെ നടപ്പാതയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത്
നോക്കിയാൽ ഇത്ര മാത്രമുള്ള ഒരു വഴി. ഇവിടെ നിന്നും പഠിക്കാനായിട്ട് കുട്ടികൾ പോകുന്നു. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. താഴേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്തേക്ക് MLA അല്ലെങ്കിൽ ബന്ധപ്പെട്ടോ അധികൃതരോ എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്തായാലും പറയാനുള്ളത്. ഇവിടെ പല വീടുകളും ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു വീടാണ് കാണിച്ചത് സ്മൃതി. ഇവിടുത്തെ ഓരോ വീടുകളും ഈ അവസ്ഥയിലാണ് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് സ്മൃതി ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാനുള്ളത്. ശരി, ദുരിതക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള കാഴ്ചയാണ്. കിളിമാനൂരിലുള്ള ഒരു ഉന്നതിയിലെ കാഴ്ചയാണ് ഉള്ളത്. ടാർപോളിൻ പൊതിഞ്ഞ ഷെഡുകളിൽ കഴിയുന്നവർ, ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടും വീട് കിട്ടാത്തവർ, റവന്യൂ ഭൂമിയിൽ കുടിൽ കെട്ടി സമരം ചെയ്യുന്നവർ. പക്ഷേ ഇവിടേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. നാളെ എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നത്.